എനിക്ക് റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് എന്നെ ഇങ്ങനെയും അങ്ങനെയും കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. ഫ്രാൻസ് ഞാനും ഇറങ്ങാണ്. ഓഡിയൻസ് ഐ മീൻ മീഡിയെന്നോ ആ ക്രൗഡിയെന്നോ ആരോ ദാ തേപ്പുകാരി വന്നു എന്ന് ഞാനോ എന്ന് പറഞ്ഞ ഇറ്റ് ഹേർട്ട് മീ. ഇനി അടുത്ത സീൻ പറയട്ടെ. അടുത്ത സീൻ ഈ പറഞ്ഞ ലൈഫ് സീൻ ബിൽഡപ്പ് അലമ്പാണ്, ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. ശ്രുതിനെ സോളിനെ എങ്ങനെയാ ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ളൊരു പെൺകുട്ടി? അലമ്പ്. അങ്ങനെ തന്നെയാണോ? ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ് ജിസേട്ടൻ എന്നെ സൺഡേ ഹോളിഡേയിൽ വിളിച്ചേ എന്നും ഞാൻ കേട്ടു. ഐ വാസ് സോ സ്കേർഡ്. ഈ ഇന്റർവ്യൂടെ ഒരു ടീസർ ഇറങ്ങി. എന്റെ കൈ ഇങ്ങനെ വിറച്ചിട്ടില്ല, എന്റെ ലൈഫിൽ വിറച്ചിട്ടില്ല. എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിക്കാണ്. ഫ്രാൻസിസ് ദ ടീസേഴ്സ് ഔട്ട്. എന്താണ് കണ്ണ് വെച്ചിട്ട് ചെയ്യണം? എനിക്ക് തന്റെ കണ്ണാണ് വേണ്ടേ. ഇറ്റ്സ് സോ ഡിഫറെന്റ് വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് വെൻ യു ഗെറ്റ് മാരിഡ്. ഗദാഫി എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇറ്റ്സ് നോട്ട് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോന് താഴെ വന്ന ഒരു കമൻറ്റാണ്. അതായത് ഇദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിരിക്കാനും പെർസ്പെക്റ്റീവ്സും അത്ര തന്നെ ഭയങ്കര മനോഹരമാണെന്ന്. സച്ച് എ ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ഫ്രണ്ട് ഓഫ് മീ. ബിഫോർ ദാറ്റ്, ഹായ്, ഹലോ, നമസ്കാരം. യു ആർ വാച്ചിങ് യെസ് എഡിറ്റോറിയൽ. ഐ ആം ഗദാഫി. സ്റ്റോറീസ് ഓഫ് ആർ എൽ എൻ്റെ കൂടെ ശ്രുതി രാമേന്ദ്രൻ. വെൽക്കം ടു ദി ഷോ മാൻ. താങ്ക് യു ഗദാഫി. കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. എന്നാലും ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് വലിയ എക്സൈറ്റ്മെൻറ്റോ വലിയ അറിവോ ഒന്നുമില്ല സിനിമയെ പറ്റിയൊക്കെ. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. 10 വർഷത്തെ ജീവിതം, 14 സിനിമകളുടെ അനുഭവമുണ്ട്. ഈ 10 വർഷത്തെ സിനിമാ ജീവിതവും 14 സിനിമകളുടെ എക്സ്പീരിയൻസും താങ്കൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താ? എനിക്ക് it still feels like I'm one cinema old. It still feels like I'm 1 year old in cinema. ഇങ്ങനെ ഗദാഫിയുടെ കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ I feel like I'm not as stressed as I probably would have been a few years back. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. And I feel like cinema has helped me grow in a way that I thought I may not have grown. സിനിമ കാരണം. എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ആൻ ആക്ടർ ഓർ എനിത്തിങ്. ഓക്കെ. അപ്പോൾ താങ്കളുടെ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ചെയ്തിരുന്ന സമയത്ത് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ്. താങ്കളുടെ പാർട്ട്ണർ ഫ്രാൻസിസ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല, കുറച്ചുകൂടെ അലമ്പാണ് അയാൾ ഇൻ റിയൽ ലൈഫ്. അലമ്പാണ്, ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണെന്ന്. ഈ ഒരു ലേയേഴ്സ് ഉണ്ടല്ലോ ക്യാരക്ടേഴ്സിലെ, ചിലപ്പോൾ താങ്കൾ ചെയ്ത കഥാപാത്രത്തേക്കാൾ ലെയറുകളുള്ള ഒരു കഥാപാത്രമായിരിക്കും ഇൻ റിയൽ താങ്കൾ. പക്ഷേ ഇപ്പോൾ ഫ്രാൻസിസ് അങ്ങനെയാണ് താങ്കളെ ബ്രീഫ് ചെയ്യുന്നത്, പാർട്ട്ണർ അങ്ങനെയാണ് ബ്രീഫ് ചെയ്യുന്നത്, താങ്കൾ പഠിപ്പിച്ച വിൻസി അങ്ങനെ അല്ലായിരിക്കും ചിലപ്പോൾ ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതിയുടെ സോൾ ഏറ്റവും നന്നായിട്ട് ചിലപ്പോൾ ഒരു പാർട്ട്ണറിനേക്കാളും സ്റ്റുഡൻറ്റിനേക്കാളും കാണുന്ന പ്രേക്ഷകനേക്കാളും ഏറ്റവും നന്നായിട്ട് താങ്കൾ അറിയാം താങ്കൾക്ക് തന്നെ ആയിരിക്കുമല്ലോ. ശ്രുതിയുടെ സോളിനെ എങ്ങനെയാണ് ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ള ഒരു പെൺകുട്ടി? അലമ്പ്. അങ്ങനെ തന്നെയാണോ? ഇല്ല, അങ്ങനെയല്ല. ഐ ഫീൽ ലൈക്ക് ഇപ്പൊ ഗദാഫി പറഞ്ഞ എല്ലാം ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ഒരു ചിൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു അലമ്പ് പേഴ്സണാലിറ്റി ഉണ്ട്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ വൈബ് ഓഫ് ദ പീപ്പിൾ ഐ എം വിത്ത്. But all of it is 100% honest. Like ഞാൻ ഇങ്ങനെ ഇരുന്ന ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ ഐ എം 100% honest. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിമാൻഡ്സ് ദാറ്റ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വേറെ ചിൽ സെറ്റിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇറ്റ് ഡസന്റ് ഡിമാൻഡ് ദിസ് വോണ്ട് ബി 100% honest. അവിടെ വേറെ. അപ്പോൾ ലൈക്ക് ആസ് പീപ്പിൾ വി ഹാവ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഐ ബിലീവ്. അപ്പോൾ അതാണ് എൻ്റെ വേറെ ഡിഫറെന്റ് സോഷ്യൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗിർ എന്ന് പറയുന്ന ഒരു മൂവി സംഭവിക്കുകയാണ്. ഗിർ എന്ന് പറയുന്ന സിനിമ ആസ് എൻ ആക്ടർ താങ്കൾ എത്രമാത്രം എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എക്സൈറ്റ് ചെയ്യിക്കുന്നത്? ഞാൻ ചൂസ് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് ഞാൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ആയിരിക്കണം. സോ ദെൻ ഈ ഗിറിലെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഷീ ഈസ് ഒരുപാട് കുശുമ്പും ഒരുപാട് കലവില എന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് വൺ ഓഫ് ദോസ് വെരി ഇറിറ്റേറ്റഡ് സ്റ്റീരിയോടിപ്പിക്കൽ വൈബ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. കോമഡി ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ്. സോ അതാണ്. അപ്പൊ
ആൻഡ് ഇതിലെന്റെ പേര് സുരാജേട്ടനാണ്. അപ്പൊ സീൻസ് വർക്ക് ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു. കാരണം സുരാജേട്ടൻ is an actor who's known for his comic timing, who's known for his acting, who's like he's a like എല്ലാം എൻകംപോസ് ചെയ്ത ഒരു ആക്ടർ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ സീൻസും എങ്ങനെയാണ് സുരാജേട്ടൻ ആലോചിച്ചിരിക്കുന്നത്, ഹൗ ഹീ ഇൻറ്റർപ്രറ്റ്സ് ഇറ്റ്, എങ്ങനെയാണ്, ആൻഡ് ഹീസ് എ വെരി ഗിവിങ് ആക്ടർ. അപ്പോൾ എനിക്കാണെങ്കിൽ ചോദ്യങ്ങളാണ്. സുരാജേട്ടൻ ഇതെങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം. അപ്പോൾ ഹില്ലേക്കല്ലേ നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടുത്ത ഷോർട്ടിൽ ഹിൽവിയിലേക്ക് ഇനി ചുമ്മാ ഇതും കൂടി ആഡ് ചെയ്ത് നോക്കൂ. സോ ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ് ഫോർ ദ ആക്ടർ ഇൻ മീ ആൻഡ് ഫോർ ദ സ്റ്റുഡൻറ്റ് ഇൻ മീ. കാരണം ഐ എം ലൈക്ക് അയ്യോ ഇത് അടിപൊളിയാണ്, ഈ പരിപാടി അടിപൊളിയാണ്. കാരണം എനിക്ക് ആക്ടിങ്ങിൻ്റെ ഒരു ബേസിസ് ഇല്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ സിനിമയിൽ വന്ന് ഐ മീൻ സിനിമ ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഫോർ മീ ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചൊന്ന് ഒരു ലൂസായിട്ട്. ലൈക്ക് അതിലൊരു സീക്വൻസ് ഉണ്ട്, ഓടിച്ചാടി വരുന്ന ഒരു സീക്വൻസ്. അത് സിനിമയിൽ കാണുമ്പോൾ ആർക്കും ഒന്നും തോന്നില്ലായിരിക്കാം, പക്ഷെ ആ ഒരു സീക്വൻസ് എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ, എന്നിൽ എന്തോ അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ജസ്റ്റ് ഐ ആം ജസ്റ്റ് ജമ്പിങ് ഫ്രം വൺ സ്റ്റെയർ ആൻഡ് കമ്മിങ്. അത് ഗദാഫി നാളെ സിനിമ കണ്ടാൽ യു വിൽ ജസ്റ്റ് തിങ്ക് ഓക്കെ ദിസ് മൃദുല ഈസ് ജമ്പിങ് ആൻഡ് കമ്മിങ്. ബട്ട് എനിക്ക് I've never done that in front of camera. നമ്മൾ എന്റെ ആറ്റുകാലം എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ശ്രുതിയെ, അങ്ങനെ ശ്രുതിയെ. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാനും ജെയ്ക്കിന്റെ അടുത്ത് ചോദിച്ചു, ജെയ്ക്ക് പറ്റുമോ? ബിക്കോസ് ഐ എം വെരി അവെയർ ദാറ്റ് എനിക്ക് ഞാൻ കുറച്ച് ആംഗ്ലസൈസ്ഡ് ആണ് എന്നുള്ളത് ഞാൻ അവെയർ. അത് എനിക്ക് ബ്രേക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് പതുക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഗെറ്റപ്പ്, പുതിയൊരു ശ്രുതിയെ കാണാൻ പറ്റട്ടെ. ഇത് ഈ സിനിമയിൽ ഒരു സിംഹത്തിന്റെ കഥ പറയുന്നുണ്ട്, അതാണല്ലോ ഒരു മെയിൻ ക്യാരക്ടർ നിങ്ങളെ പോലെ തന്നെ. മിക്കവാറും ഷൂട്ട് ചെയ്യുന്നത് ഹീറോ ആണ്. യെസ്, ഗ്രാഫിക്സ് ആണ് ഇപ്പൊ യൂസ് ചെയ്താക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഷൂട്ടിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഒരു ഡമ്മി വെച്ചിട്ടായിരിക്കണമല്ലോ ഈ അഭിനയിക്കുക. ഈ സിനിമയിലെ ഏറ്റവും വലിയ ചാലഞ്ച് അതായിരിക്കണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു സിംഹമുണ്ട്, ഡമ്മിയെ നോക്കി നിങ്ങൾ അതിന്റെ ആക്ഷൻസും റിയാക്ഷൻസും ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പ്രഷൻസ് കൊടുക്കുക. അത് തന്നെയാണോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആസ് എൻ ആക്ടർ നോക്കുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു? എനിക്ക് ആക്ച്വലി നമുക്ക് ആർക്കും അങ്ങനെ സിംഹത്തിന് കൂടെ സീൻസ് ഉണ്ടായിരുന്നില്ല. ചാക്കോച്ചനും സുരാജ് ചേട്ടനും മാത്രമേ അങ്ങനെ സീൻസ് ഉണ്ടായിട്ടുള്ളൂ. അവർ പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോയി റിയൽ ഒരു സിംഹത്തിന് കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സീക്വൻസസിൽ വി ആർ നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. പണ്ട് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഡിയർ കോമ്രേഡിലേക്ക് ഡയറക്ടർ വിളിക്കുന്നത് താങ്കളെ സൺഡേ ഹോളിഡേയിലെ ആ പാട്ട് കണ്ടിട്ടാണെന്നുള്ളത്. അതിൽ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് കണ്ണ് എത്രമാത്രം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ കണ്ണൊരു ഫാക്ടർ ആയിരുന്നു ആ കാസ്റ്റ് ചെയ്യാൻ പ്രോബബ്ലി. കാരണം സൺഡേ ഹോളിഡേയിൽ ഒരു അര സെക്കൻഡിന്റെ ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഭരത് ഡിയർ കോമ്രേഡിൽ വിളിക്കുന്നത്. ഡിയർ കോമ്രേഡിൽ ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ഡാൻസ് ടീച്ചർ കുറച്ചുണ്ടായിരുന്നു അതിൽ. പക്ഷെ അത് സിനിമയുടെ ലെങ്ത് ഇൻക്രീസ്ഡ്, സോ ദെൻ ദേ ഹാഡ് ടു ചോപ്പ് ഓഫ് എ ലോട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ മേ ബി കണ്ണും സൺഡേ ഹോളിഡേയിൽ ആ സീക്വൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കാം ഭരത് കാസ്റ്റ് ചെയ്തത്. താങ്കളുടെ പല ഇന്റർവ്യൂകളിലും എല്ലാവരും കമന്റ് ചെയ്യുന്ന സംഭവമാണ് ഈ കണ്ണുകൾ എന്ന് പറയുന്നത്. ഈ പല ഡയറക്ടേഴ്സും അത് ഏറ്റവും കണ്ണിന് കിട്ടിയ ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്താ ഈ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അകത്തോ പുറത്തോ നിന്ന്? കോംപ്ലിമെന്റ് എന്ന് എനിക്ക് ഐ മീൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ല കണ്ണാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ട് രണ്ട് ഇത് തോന്നിയത്, ഒന്ന് കാണേ ആൻഡ് മധുരം. ഇത് രണ്ടും ഞാൻ ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്ത രണ്ട് ഫിലിംസ് ആയിരുന്നു. കാണേ ആയിരുന്നു ആദ്യം ഷൂട്ട് ചെയ്യുന്ന സിനിമ. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ മനു എൻ്റെ അടുത്ത് പറയായിരുന്നു, എൻ്റെ ദൈവമേ ഏട്ടോ തൻ്റെ കണ്ണ് എങ്ങനെയാ ഒന്ന് ചെറുതാക്കുക എന്ന് മനു പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ജസ്റ്റ് ഇയാൾ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ഹി സെഡ് ഇത്രയും വേണ്ട, കുറയ്ക്കണം. ആ കുറയ്ക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഐ എം യൂഷ്വലി എ വെരി ലൈക്ക് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും എന്റെ അതെ എന്റെ പിരിക ഇവിടെ പോവും, എന്റെ കണ്ണ് ഇങ്ങനെ വൈഡാവും. അത് പൊതുവെ എനിക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് കണ്ണൊന്ന് സോഫ്റ്റർ ആക്കണം എന്നാണ് മനു ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഗദാഫിന്റെ അടുത്ത് സംസാരിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം. സോ ദാറ്റ്സ് വാട്ട് മനു മെന്റ്. അന്ന് എനിക്ക് അന്നത്തെ എന്റെ അറിവ് വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ കാണേ കഴിഞ്ഞിട്ട് പിന്നെ വെൻ ടു മധുരത്തില് ഞാൻ വിചാരിക്കുകയാണ് അയ്യോ എന്റെ കണ്ണ് ഭയങ്കര വലുതാണ്, എനിക്ക് കുറയ്ക്കണം. അപ്പൊ അഹമ്മദ് താൻ എന്താണ് ചെയ്യണേ,
എന്താണ് കണ്ണ് വെച്ചിട്ട് ചെയ്യണം, എനിക്ക് തൻ്റെ കണ്ണാണ് വേണ്ടേ, അപ്പോൾ മേക്ക് ഇറ്റ് ബിഗർ, ലെറ്റ് യുവർ ഐസ് ടോക്ക് എന്ന് അഹമ്മദ് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യാം. പക്ഷേ ആഫ്റ്റർ യു ഡു ദാറ്റ് യു റിയലൈസ്, പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ യു റിയലൈസ് ഓക്കെ, obviously each director, each actor demands each character demands a certain thing. അപ്പോൾ എങ്ങനെയാണ്, how can you use your strengths or your weaknesses to your advantage എന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോഴാണ് മനു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണ് എനിക്ക്, ഐ മീൻ ഐ റിയലി ലൈക്ക് മൈ ഐസ്, അപ്പോൾ അത് ഐ വുഡ് ലൈക്ക് ടു യൂസ് ഇറ്റ് ടു മൈ അഡ്വാൻറ്റേജ്. അപ്പോൾ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങി. അതിപ്പോ പ്രേതം സിനിമ കണ്ടപ്പോഴും അതിലേക്ക് കാസ്റ്റ് ചെയ്തത് ജയസൂര്യ താങ്കൾ എവിടെയോ വെച്ച് കണ്ടപ്പോ താങ്കളുടെ ഒരു പ്രേതം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരനെ തോന്നിയിട്ടാണ് രഞ്ജിത് ശങ്കർ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് ഞാൻ മീര ജാസ്മിനും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ലോഹിതദാസ് മീര ജാസ്മിനെ ഏതോ ഒരു സെറ്റിൽ വെച്ച് കണ്ട്, ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ട് അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്, ഒരു ഓഡീഷൻ പോലും ഇല്ലാതെ. അപ്പൊ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, അതായത് ഒരു കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു, ഇതൊരു സ്യൂട്ട് ആവും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവാന്ന് ചെമ്മാതെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓൾവേസ് തിങ്ക് ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് യുനോ ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത എന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. യുനോ ലൈക്ക് ആദ്യം ഇപ്പോൾ ലൈക്ക് ഫോർ ദ സിനിമ ഇൻഡസ്ട്രി, യുനോ ഐ തിങ്ക് ഇറ്റ്സ് ഡെസ്റ്റിനി. ഇറ്റ് ഈസ് ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലാതെ പ്രേതത്തിന്? ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് സത്യമായിട്ട് അറിയില്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ്. ബട്ട് ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ബൈ ചാൻസ് ആയിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രേതം കഴിഞ്ഞിട്ട് ജിസേട്ടൻ, ഐ തിങ്ക് ജേട്ടൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ കല്യാണ വീഡിയോയിലാണ് ജിസേട്ടൻ എന്നെ കാണുന്നത്. അവിടെ എവിടെയോ കണ്ടിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് ശരണ്യനെ. അല്ല, ആ നോട്ടം പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ആഡ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ എന്തോ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ് ജിസേട്ടൻ എന്നെ സൺഡേ ഹോളിഡേയിൽ വിളിച്ചേ എന്നും ഞാൻ കേട്ടു. സോ ഇറ്റ്സ് ഓൾ, എൻ്റെ എല്ലാം ബൈ ചാൻസ് ആയിട്ട് നടന്ന കുറേ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇഫ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡെസ്റ്റിനി ഐ വിൽ ബി ഡം. ഇതിലെ കോൺട്രഡിക്ടറി എന്താണെന്ന് വെച്ചാൽ പ്രേതമായിട്ട് ചെയ്ത അതേ ആക്ടറിനെ പിടിച്ച് ദേവിയും ആക്കിയിട്ടുണ്ട് ആഡ്സിൽ അല്ലേ, പ്രേതമാകാൻ പറ്റിയ ദേവി. അതായത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സാധനമാണ്. പക്ഷെ താങ്കൾ രണ്ട് രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദേവിയും പ്രേതവും ഒക്കെ ആൾക്കാരിൽ നമ്മൾ അക്സെപ്റ്റഡ് ആവുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ? ഇല്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല. അഗൈൻ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്, വേറെ വേറെ ക്യാരക്ടേഴ്സ് ആവുക എന്നുള്ളത്. ആൾക്കാർക്ക് എന്നെ ഇങ്ങനെയും അങ്ങനെയും കാണാൻ പറ്റുന്നത് it's great. So I'm very happy. താങ്കളുടെ പ്രണയവും ഈ പറഞ്ഞ പോലെ വിവാഹവും എല്ലാവർക്കും കഥകൾ ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതാണ്ട് ഒരു 9-10 വർഷത്തോളം നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ തന്നെ ഏതാണ്ട് നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും വീക്ക്നെസ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ആ ക്യൂരിയോസിറ്റി പോയതിനു ശേഷമേ പിന്നീട് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്നാ വിചാരിക്കുന്നത്? ഐ തിങ്ക് ആ ക്യൂരിയോസിറ്റി പോയിട്ടില്ല. നമ്മൾ ആസ് പീപ്പിൾ ഐ ഫീൽ ലൈക്ക് വി ഡോണ്ട് സ്റ്റോപ്പ് ഗ്രോയിങ് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു പുതിയ ആളാണ്. പുതിയ ആള് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വി ആർ എ കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് എൻറ്റിറ്റി. അപ്പം അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ സോ വർക്ക്ഡ് ഔട്ട് ദാറ്റ് ഫ്രാൻസിസും ഞാനും രണ്ടുപേരും വി ആർ growing a certain way emotionally. I'm not talking about professionally. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ്സ് മാറുന്നുണ്ട്. ആ വ്യൂ പോയിന്റ്സ് മാറുമ്പോൾ നമ്മുടെ പാർട്ട്ണർ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺവെർസേഷൻസ് വരുന്നുണ്ട്, അവിടെ ക്യൂരിയോസിറ്റി ബിൽഡ് ആവുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ it's not just a romantic relationship. So there's it's so much more than a romantic relationship. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നമ്മൾക്ക് അങ്ങനെ ബോറടിക്കില്ലല്ലോ. സോ വി ആർ ഷെയറിങ് ദ സെയിം റൂഫ്, വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, വി ആർ ഓൾസോ മാരിഡ്. സോ ഇപ്പോൾ ദിസ് ഈസ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിക്കോസ് both of us are growing and both of our ideologies are changing. നമ്മുടെ ഐഡിയോളജീസ് ഒന്നല്ല, വേറെ വേറെയാണ്.
അപ്പോൾ ഒന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ ഡോണ്ട് നോ. ആൻഡ് ഗദാഫി പറഞ്ഞില്ലേ 9 കൊല്ലം ഇതിനു മുന്നേ വി വർ ടുഗെദർ. യെസ്, പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഫ്രാൻസിസിനെ മനസ്സിലാക്കാൻ പറ്റിയോ, ഫ്രാൻസിസിനെ എന്നെ ആക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ലൈക്ക് ഇതാരാ താനാരാ യുനോ ലൈക്ക് ബിക്കോസ് it's so different when you're in a relationship and when you get married. കാരണം ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ we meet probably twice a month, 2 days a month, 4 days a month maximum. അത്രയും കോളേജ് സ്കൂൾ ബഡ്ജറ്റിൽ അത്രയും പൈസ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ദ ബെസ്റ്റ് വേർഷൻസ് ഓഫ് അവർ സെൽവ്സ് എന്ന് വെച്ചാൽ ഞാൻ നല്ല അത് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഈ 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം. ആൻഡ് ഐ എം ഗോയിങ് ടു ബി റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഞാനത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ബി ഹാപ്പി ഫോർ ദോസ് 2 days ഹീസ് ദെയർ. ഹീ വാണ്ട്സ് ടു ബി ഹാപ്പി ഫോർ ദോസ് 2 days ഹീസ് ഹിയർ. എന്നിട്ട് നമുക്ക് ഇറ്റ് വാസ് നോട്ട് ദ ഏജ് ഓഫ് സോഷ്യൽ മീഡിയ. ഇറ്റ് വാസ് നോട്ട് അങ്ങനെ മൊബൈൽ ഫോൺസ് അങ്ങനെ ഇറ്റ് വാസ് ഇന്നത്തെ മാതിരി ഇല്ല. ഞാൻ ഇന്റർനെറ്റ് കഫേയിൽ പോവും, ഫ്രാൻസിസ് ഇന്റർനെറ്റ് കഫേയിൽ വരും എന്നുള്ള ആ ഒരു ട്രസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് ഓഫ് കോഴ്സ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. പക്ഷേ ഇറ്റ് വാസ് സ്റ്റിൽ ലോങ് ഡിസ്റ്റൻസ്. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് വി സ്റ്റാർട്ട് ലിവിങ് അണ്ടർ വൺ റൂഫ്. എന്നിട്ട് ഈ ഇടയ്ക്കാണ് വി സ്റ്റാർട്ട് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. അപ്പോൾ ബോറടിക്കാൻ ഇതുവരെയും ടൈം കിട്ടിയിട്ടില്ല. താങ്കളുടെ ശ്രുതിയിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഈ പങ്കാളിത്തവും അല്ലെങ്കിൽ കൂട്ടൊക്കെ എത്രമാത്രം ഹൈ ആക്കുന്നുണ്ട്? ഐ ഡോണ്ട് തിങ്ക് മൈ റിലേഷൻഷിപ്പ് ഡിഫൈൻസ് മീ. ഞാൻ എന്ന വ്യക്തി എൻ്റെ റിലേഷൻഷിപ്പ് അല്ല. നമ്മുടെ ഐ മീൻ സോഷ്യൽ മീഡിയയും ഒക്കെ കാരണം എല്ലാവർക്കും അറിയാം ഫ്രാൻസിസ് ഉണ്ട് ആൻഡ് ആ റിലേഷൻഷിപ്പ് സീംസ് ടു ബി ഔട്ട് ദെയർ, ബട്ട് ദാറ്റ്സ് നോട്ട് ആ റിലേഷൻഷിപ്പ്. അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഐ ഡോണ്ട് പോസ്റ്റ് ദാറ്റ് മച്ച് അബൌട്ട് ആ റിലേഷൻഷിപ്പ് ഓർ എനിത്തിങ്. എനിക്ക് തോന്നുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലും ഉണ്ടെന്ന്. ഫ്രാൻസിസ് പോസ്റ്റ് എ ലോട്ട് അബൌട്ട് ദാറ്റ് ബിക്കോസ് ഹി ലൈക്സ് റൈറ്റിംഗ്. പക്ഷെ that's a part of our relationship. Maybe 1% മാത്രമേ ഫ്രാൻസിസ് ഇടാറുള്ളൂ ഓൺ സോഷ്യൽ മീഡിയ. അപ്പം സോ എൻ്റെ റിലേഷൻഷിപ്പ് ഡസ് നോട്ട് ഡിഫൈൻ മീ. ഐ ആം മൈ ഓൺ പേഴ്സൺ. ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് മാറ്റിയാലും വി ഷുഡ് ബി ഏബിൾ ടു ഹാവ് എ കോൺവെർസേഷൻ. അപ്പോൾ അതുകൊണ്ട് ഐ നീഡ് ടു ബി വെരി സെക്യൂർ ഇൻ മൈ സെൽഫ്. എൻ്റെ കഴിവിലോ എൻ്റെ ആറ്റിറ്റ്യൂഡിലോ എൻ്റെ പേഴ്സണാലിറ്റിയോ whatever, അത് നീഡ്സ് ടു ബി സ്ട്രോങ്. എന്നാലേ നമുക്കൊരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് അത് വിൽ ബി റിഫ്ലെക്റ്റഡ് ഇൻ മൈ റിലേഷൻഷിപ്പ്, ഹെൻസ് ഓൺ മൈ പാർട്ട്ണർ. അപ്പോൾ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് പറ്റില്ല. ഓൺലി ആഫ്റ്റർ ഐ പുട്ട് വർക്ക് ഇൻ ടു മൈ സെൽഫ് ഡിഡ് ഐ ഫീൽ ദാറ്റ് മൈ റിലേഷൻഷിപ്പ് ഗോട്ട് ബെറ്റർ. അതുവരെയ്ക്കും നമ്മുടെ കുറേ ഇങ്ങനത്തെ ടോക്സിക് ട്രേറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ ടോക്സിക് ട്രേറ്റ്സ് ടോക്സിക് ഐ ഫീൽ ലൈക്ക് ഇസ് എ വെരി സ്ട്രോങ് വേർഡ്. പക്ഷെ എനിക്ക് വേറെ ഒരു വാക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പം നമ്മുടെ അങ്ങനത്തെ കുറേ തിങ് നമ്മുടെ റിലേഷൻഷിപ്പിൽ റിഫ്ലെക്റ്റ് ആവും, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ റിഫ്ലെക്റ്റ് ആവും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് കൈൻഡ് ടു ദ പാർട്ട്ണർ. അപ്പോൾ ഐ തിങ്ക് എല്ലാത്തിനും ഉപരി ഞാൻ റിയലൈസ് ചെയ്തിരിക്കുന്ന ഐ വോണ്ട് ടു ബി കൈൻഡ് ടു. ഇപ്പോൾ you are sitting opposite me, so I want to be able to talk to you with utmost kindness and respect. അത് ഞാൻ എന്നിൽ അത്രയും കുറവ് ഞാൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇൻസെക്യൂർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രീ കോൺവെർസേഷൻ പറ്റില്ല. അപ്പോൾ ആ ഫ്രീ കോൺവെർസേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും. അത് ഫ്രാൻസിസ് ആയിരിക്കാം, ഗദാഫി ആയിരിക്കാം, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, കാവു ആയിരിക്കാം, വാട്ട് എവർ. ബട്ട് ഇറ്റ്സ് I think you should be secure with yourself and then everything will fall in place. താങ്കളെ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് വരിക അല്ലെങ്കിൽ കണ്ടന്റ് ആവുക ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം തോന്നുന്നൊരു സമയവും അല്ലെങ്കിൽ ഒരു സന്ദർഭവും ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത് പറയാൻ തോന്നുന്ന കാര്യം എന്താ? I feel like ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗദാഫിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ it's not stereotypical ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. So I'm very happy that I decided to come here. ലൈക്ക് ഇവിടെ ആദ്യം വന്നപ്പോൾ there was a little difference of opinion അല്ല, ഏത് ചാനലാണെന്ന് അറിയാത്തത്. But then അത് I didn't let it bother me. I'm very happy with this conversation. If I'd let that bother me,
ഈ കോൺവെർസേഷൻ wouldn't have been a happy one. So every small thing is happiness giving. Okay. എല്ലാത്തിലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം എന്നുള്ളതാണ്. I woke up very happy today. Okay. ഞാൻ I had very good breakfast today. Very happy. ഈ ഒരു മോഡിലേക്ക് എത്താനേ, അതായത് പണ്ടേ ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ സമയം എടുത്തോ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ? സമയം എടുത്തു, ഒരുപാട് സമയം എടുത്തു. കാരണം എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ സെൽഫ് വർത്ത് ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ ലിങ്ക് ചെയ്തിട്ട്, പ്രൊഫഷണലായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സക്സസ്ഫുൾ ആണ് എന്ന് എനിക്ക് തോന്നാൻ my relationship should be amazing, my career should be amazing, I should have lot of friends എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. ഇപ്പൊ all those are very integral parts of my life. എൻ്റെ കരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഐ എം വെരി ambitious. മൈ റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ അതൊന്നും എന്നെ ഡിഫൈൻ ചെയ്യുന്നതല്ല. ഞാൻ വേറെ ആളാണ്. ഐ എം എ ഡിഫറെൻറ്റ് entity. All this is helping this entity and all this helping me. Okay. Everything is all over the place എന്ന് വിചാരിച്ച സമയത്ത് slowly you learn how to manage things. ഞാൻ താങ്കളുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സീൻസും ഡയലോഗ്സും പറയാൻ പോവാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് മെമ്മറി പറഞ്ഞാൽ മതി. ആദ്യത്തെ സീനേ നമ്മൾ സൺഡേ ഹോളിഡേയിൽ ആസിഫ് അലിയെ നോക്കുന്ന പെർട്ടിക്കുലർ നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടത്തിൽ ജിസേട്ടൻ പറഞ്ഞ ബ്രീഫ് എന്താ, എങ്ങനെ നോക്കണം എന്നാണ് നിങ്ങൾ തമ്മിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും ബിഫോർ ഷൂട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും എന്താ? ആക്ച്വലി ആദ്യം ആ സീനിൽ ഞാൻ വെറുതെ നടന്നു പോണു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഷോട്ട് ഷൂട്ട് ചെയ്തു. എന്നിട്ട് ജിസേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, നീയാണ് സിത്താരയാണ് അമലിനെ ചതിച്ചത്, പക്ഷെ അമലും സിത്താരേനെ ചതിച്ചു എന്ന് ഉള്ള തോട്ട് ഇപ്പൊ സിത്താരയുടെ മനസ്സിലുണ്ട്. ബിക്കോസ് ഹി ഹാസ് ഗോട്ട് എ ഡോക്ടർ. വെറുതെ അങ്ങനെ നോക്കിയിട്ട് പോവൂ, അതാണ് പറഞ്ഞത്. ഇത് ഞാൻ നോക്കി പോയി. അതിനുശേഷം ആ നോട്ടത്തിനെ പറ്റി ആളുകൾ കമന്റ് ചെയ്യുന്ന സമയത്ത് എന്താ തോന്നി, ഇതിനും മാത്രം അന്ന് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു? ആബ്സല്യൂട്ട്ലി. കാരണം അന്ന് ഇത് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നല്ല, ലൈക്ക് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ പോയി. ആൻഡ് ഐ ഡിഡ്ന്റ് നോ the effect of cinema at that point, you know, to blow, like ഇത്രയും ബ്ലോ അപ്പ് ആവും ഞാൻ വിചാരിച്ചില്ല. കാരണം ആ സിനിമ കണ്ട് ഐ തിങ്ക് പദ്മയിലായിരുന്നു അതിൻ്റെ പ്രിവ്യൂ. അപ്പോൾ പദ്മ ഇസ് ദ വൺ വിത്ത് ദ ബിഗ് സ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാനാണ് ആദ്യം ഇറങ്ങിയത്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എവർ പ്രിവ്യൂ. പ്രേതത്തിന് ഞാൻ പ്രിവ്യൂവിന് പോയിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ദ മീഡിയ വാസ് ഓൾ ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് ഐ വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റേഴ്സ്. ഫ്രാൻസും ഞാനും ഇറങ്ങാണ്. ഓഡിയൻസ് മീഡിയെന്നോ ആ ക്രൗഡിയെന്നോ ആരോ ദാ തേപ്പുകാരി വന്നു എന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ ഇറ്റ് ഹേർട്ട് മീ. ഐ വാസ് നോട്ട് എക്സൈറ്റഡ് ബൈ ഇറ്റ് ഹേർട്ട് മീ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദ എഫക്റ്റ് ഓഫ് ദ മൂവി വാസ് initially it was hurt. ഇപ്പോൾ it was I'm very happy with that. ഇനി മധുരത്തിൽ ആ റൊമാൻറ്റിക് സീൻ ഉണ്ടല്ലോ താങ്കളും ജ്യോതി ചേട്ടനും തമ്മിലുള്ള, അതായത് നിങ്ങൾ ഇവിടെ ഇരിക്കും, അത് ഭയങ്കര വൈറലായിരുന്നു ഒരു സമയത്ത് റീൽസിലൊക്കെ. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു നിങ്ങൾ തമ്മിൽ അത്രയും ബോണ്ടിങ് വേണം, അഫെക്ഷൻ വേണം ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ? ഒന്നും ഒന്നുമില്ല. അത് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സീൻസ് ആയിരുന്നു അത്. അപ്പോൾ ചിത്രയുടെയും സാബുവിൻ്റെയും ഈ ലവ് ട്രാക്ക് നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടാണ് ആ കിച്ചൺ സീക്വൻസിലേക്ക് വന്നത്. ആദ്യം തന്നെ ഒരു സെറ്റിൽ പോകുമ്പോൾ ഒരു റൊമാൻറ്റിക് സീക്വൻസ് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ആക്ടറുമായിട്ടുള്ള ഒരു റാപ്പോ ഉണ്ടാവണം എന്നില്ല. ബട്ട് ജോയ് ചേട്ടൻ വാസ് എ വെരി ഈസി ആക്ടർ ടു വർക്ക് വിത്ത്. അഗൈൻ എ വെരി ഗിവിങ് ആക്ടർ. ആ സീൻ അടിപൊളി ആക്കണം എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യണ ഒരു ആക്ടർ. ഒരു ലൈക്ക് നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, ആസ് എ ഹോൾ നമുക്ക് എങ്ങനെയാണ് ഈ സീൻ ബെറ്റർ ആക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇവരുടെ സീക്വൻസ് ബെറ്റർ ആക്കാൻ പറ്റുക എന്ന് മനസ്സിൽ ആലോചിച്ച് അത് കണ്ട് ചെയ്യുന്ന ഒരു ആക്ടർ തന്നെയാണ്. ആൻഡ് വെരി ഓപ്പൺ ടു സജഷൻസ്, വെരി ഓപ്പൺ ടു ഐഡിയാസ്, വെരി കോംപ്ലിമെൻ്ററി of his co-actor. For example, if your co-actors like, അത് അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് അത് ഇങ്ങനെ വർക്ക് ചെയ്താലോ, അല്ലെങ്കിൽ മോണിറ്ററിന് പോയിട്ട് ചോദിച്ചായിട്ട് പറഞ്ഞു
ഇത് നന്നായിട്ടുണ്ട്, ഈ ഇമോഷൻ നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ നമുക്ക് പിടിച്ചാലോ എന്ന് ഹീൽസ്. ആ കിച്ചൺ സീക്വൻസ് ആണെങ്കിലും അതിന്റെ ഡയലോഗ്സ് വി വർ റൈറ്റിംഗ് ഇറ്റ് ഓൺ ദ സ്പോട്ട്. ഓ ഓക്കെ. ഒരു റഫ് ഐഡിയ ഉണ്ടാവും, നമുക്ക് തോന്നുന്ന പോലെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ. അതെ, ലൈക് ചിത്രം എന്തായിരിക്കും പറയുന്നത് ആ ഒരു സമയത്ത്, സാബു എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണേ, അങ്ങനത്തെ. ആൻഡ് മറ്റേ സ്ലാബിലൊക്കെ കയറി ഇരിക്കുന്നതൊക്കെ ഇറ്റ് ജസ്റ്റ് സോ ഹാപ്പൻഡ് ഓർഗാനിക് ആയിട്ട്. വേറെ ഇഫ് ജിത്തിൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഓർഗാനിക് എലിമെന്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം. എനിക്ക് ആ സ്ലാബിൽ ഇരിക്കാൻ തോന്നില്ലായിരിക്കാം, എനിക്ക് സ്ലാബിൽ ഇങ്ങനെ കയറി ചമ്പളം വിട്ടി ഇരിക്കാൻ തോന്നില്ലായിരിക്കാം, ഇരിക്കാൻ പറ്റില്ലായിരിക്കാം. സോ ബട്ട് ബിക്കോസ് ജിത്തിൻ സെഡ് ഇറ്റ്സ് ഈസി, ഡു വാട്ട് എവർ യു വാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ നടന്നു. അപ്പോൾ ചില ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്കത് ചെയ്യാനുള്ളൊരു ഇൻഹിബിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പിടുത്തം ഉണ്ടായിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിപ്പോൾ ഇൻറ്റിമേറ്റ് സീൻ തന്നെ ആവണം എന്നില്ല, ഒരാൾക്ക് ചിലപ്പോൾ റൊമാൻറ്റിക് സീൻ ആവാം, ചിലപ്പോൾ ഫൈറ്റ് സീൻ ആവാം. അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഇൻഹിബിഷൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ താങ്കൾ ആസ് എൻ ആക്ടർ താങ്കളെ ഫ്രീ ആക്കുന്ന എന്തെങ്കിലും സ്റ്റൈലുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് റൊമാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് വർക്കിംഗ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൊമാൻസ്. അപ്പം അങ്ങനെ വലിയ ഇൻഹിബിഷൻസ് തോന്നിയിട്ടില്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ഞാൻ ഒരുപാട് ഐ ടേക്ക് എ ലോട്ട് ഫ്രം മൈ കോ ആക്ടർ. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സോഫ കുഴപ്പമില്ലായിരുന്നു, ബട്ട് ഐ തിങ്ക് എനിക്കും ഐ നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കോ ആക്ടറുമായിട്ട് ജെല്ലാവില്ലല്ലോ, ആ സമയത്ത് വാട്ട് ഡു ഐ ഡു, ആ സീൻ മോശമാവോ ആവരുതല്ലോ. അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളത് ഇറ്റ്സ് ലെറ്റ് എനിക്ക് ഇതുവരെയ്ക്കും ആ ഒരു സ്പേസിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ബട്ട് നോക്കാം, വരുമ്പോൾ നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സിനിമയുടെ സീനല്ല, താങ്കളുടെ ഒരു ഇന്റർവ്യൂ സീനാണ്. അതായത് വിജയ് ദേവരെ കൊണ്ടായ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ പോലെ താങ്കളുടെ ഒരു ക്യൂട്ട് ആക്ഷൻ ഭയങ്കര വൈറലായി എല്ലായിടത്തും. അതായത് എന്തോ 6 million എന്തോ പോയെന്ന് തോന്നുന്നു ആ ഇന്റർവ്യൂ. അത് സൗത്ത് ഇന്ത്യയിൽ മൊത്തം അത് വൈറലായിട്ട് അതിന്റെ ക്ലിപ്സ് മാത്രം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയായിരുന്നു? ട്രോൾ ആവുമെന്ന് കരുതിയ സാധനം പക്ഷെ എന്തോ കയറി ഹിറ്റായി. അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് സോഷ്യൽ മീഡിയയിലും താങ്കളുടെ അക്കൗണ്ടിലും പേഴ്സണൽ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട്? കഴിഞ്ഞ ആഴ്ചയാണ് വിജയന്റെയും രശ്മിക്കയുടെ ഇന്റർവ്യൂ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇന്നാണ് അത് റിലീസ് ചെയ്യണേ. അപ്പൊ ഈ ഒരാഴ്ച ഞാൻ ഗോ ത്രൂ ചെയ്ത ഇമോഷൻസ് ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് ഐ വാസ് സോ സ്കേർഡ്. ഐ റിമെമ്പർ ഇറ്റ് വാസ് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു, ഫ്രാൻസിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലായിരുന്നു ഡൽഹിയിൽ. ഈ ഇന്റർവ്യൂയുടെ ഒരു ടീസർ ഇറങ്ങി. എൻ്റെ കൈ ഇങ്ങനെ വിറച്ചിട്ടില്ല, എൻ്റെ ലൈഫിൽ വിറച്ചിട്ടില്ല. എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിക്കാണ്. ലൈക്ക് ഫ്രാൻസിസ് ദ ടീസർ is out and ടീസറിൽ ഈ ശബ്ദമാണ്. Shit, I can't read the comments. Sorry, I shouldn't be using those words. I can't read those comments. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഡോണ്ട് വറി, ഇത് ഉച്ച സമയം. സോ ഹീസ് ലൈക്ക് ജസ്റ്റ് ഷട്ട് അപ്പ്, ജസ്റ്റ് ഗോ ടു സ്ലീപ്പ്. ഫ്രാൻസിസിന്റെ അമ്മ ഉണ്ടാക്കിയ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വി വർ ഗോയിങ് ടു സ്ലീപ്പ്. അപ്പോഴാണ് ഞാൻ ടീസർ ഇറങ്ങുന്നത്. ടെൻഷൻ. അപ്പോൾ ദ ടീസർ ഡിഡ്ന്റ് ഡു മച്ച് ഡാമേജ്. അപ്പോൾ ഐ എം ടെല്ലിങ് ഫ്രാൻസിസ് ഇല്ല, ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ ഐ എം ടെല്ലിങ് യു പ്രശ്നമാണ്. ആൻഡ് ഇനി 2 ദിവസം കൂടി ഇന്റർവ്യൂ ഇറങ്ങാൻ. ആ 2 ദിവസമാണെങ്കിൽ ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ചത്തു. എന്നിട്ട് ഇന്റർവ്യൂ ഇറങ്ങി. സോ ഐ കാൺട്ട് വാച്ച് ദ ഇന്റർവ്യൂ. പിന്നെ സഡൻലി തിങ്സ് ആർ ജസ്റ്റ് ബ്ലോയിങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. സോ ഐ എം ലൈക്ക് വാട്ട് ഇസ് ഹാപ്പനിങ്? ഫ്രാൻസിസ് ലൈക്ക് ഐ ഡോണ്ട് നോ, ദിസ് തിങ് ഹാസ് ഗോൺ ആൻഡ് കോട്ട് അപ്പ്. അപ്പോൾ ഫ്രാൻസിസ് ലൈക്ക് ദിസ് ഇന്റർനെറ്റ് ഇസ് ലൈക്ക് ദിസ്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഇന്റർനെറ്റ് വർക്ക് ആവണേ എന്ന്. അപ്പോൾ അത് വർക്കായി. നാളെ ഞാൻ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി അത് ട്രോൾ ആവുമായിരിക്കാം. ഐ ഡോണ്ട് നോ ഹൗ ദി ഇന്റർനെറ്റ്. ആ ഇന്റർവ്യൂവിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ആ കമന്റ്സ് വായിച്ചു നോക്കാനുള്ള ഒരു ധൈര്യം? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, ഞാൻ സുഖിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊരു 90-95% താങ്കൾക്കുള്ള കമന്റ്സ് ആയിരുന്നു. വിജയ് ദേവരെ കൊണ്ടതിനേക്കാൾ കൂടുതൽ കമന്റ്സ് അല്ലേ? ഓൾ ഓഫ് എ സഡൻ അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കൗണ്ടിന്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എഫക്ട് ചെയ്തിട്ടില്ലേ? Probably. I think തെലുങ്ക് ഓഡിയൻസ് കുറച്ച് തെലുങ്ക് തമിഴ് ഓഡിയൻസ് കുറച്ച് കൂടി. ഇളമ ഇതോ എഴുതിയ സമയത്തെ എന്നോട് എന്റെ ഫ്രണ്ട് ചോദിക്കാൻ പറഞ്ഞതാ, അത് ഉർവശിനെയും ജയറാമിനെയും കണ്ട് തന്നെ എഴുതിയതാണോ താങ്കൾ? നിങ്ങൾ അല്ല, അത് നാച്ചുറലി സംഭവിച്ചതാണോ? അത് ഇവൻച്വലി സംഭവിച്ചു പോയതാണോ? അപ്പൊ ആരെയായിരുന്നു അപ്പൊ അന്ന് മനസ്സിൽ കണ്ട്? ആ ഇളമയിൽ എഴുതിയ സീക്വൻസസ് കുറെ സീക്വൻസസ് നമ്മുടെ ലൈഫിൽ നടക്കുന്നു, നിങ്ങളുടെ റിയൽ ലൈഫിലാണോ? അപ്പൊ ഇത് എഴുതുമ്പോ എന്റെ മനസ്സിൽ നമ്മളായിരുന്നു. ആണോ?
ആ അതായത് നിങ്ങൾ രണ്ടുപേരും ആയിരുന്നോ? അങ്ങനെയല്ല, നമ്മൾ അഭിനയിക്കുന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. ആ പക്ഷെ നമ്മൾ ലൈഫിൽ നടക്കുന്ന സീക്വൻസ് സ്ക്രീനിൽ വന്ന നൈസ് ആയിരിക്കുമല്ലോ എന്ന് ഫോർ വിചാരിച്ച്. എക്സാമ്പിൾ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഫ്രാൻസിസിന് പണ്ട് ചായ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ആ, നനഞ്ഞ തോർത്ത് ഞാനാണോ ബെഡിലിടുന്നത്. പിന്നെ ഉർവശി ചേച്ചിയുടെ കുറെ മാനറിസംസ്, കള്ളത്തരവും കള്ളത്തരവും ഒരു നോട്ടിനെസ്സും അതൊക്കെ എൻ്റെ ജയറാം സർ പ്രസന്റ് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു ഷിവൽറസ് നേച്ചർ ഉണ്ടല്ലോ, അത് ഫ്രാൻസിസിനെയാണ്. ഫ്രാൻസിസ് എ വെരി ഷിവൽറസ് പേഴ്സൺ, അപ്പോൾ വെരി തോട്ട്ഫുൾ പേഴ്സൺ. അപ്പോൾ അതൊക്കെ ഇനി അങ്ങനെ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഐഡിയൽ പെയർ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ എഴുതുമ്പോ. ഓ, അതായത് നമ്മൾക്ക് അനുഭവമുള്ള സാധനങ്ങൾ എഴുതാനാണ് കുറച്ചുകൂടെ കണക്ഷൻ കിട്ടുക. എനിക്ക് എഴുത്തിൽ അത്രയും, എസ്പെഷ്യലി ദ റൊമാൻറ്റിക് സീക്വൻസസ്, കോമഡി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ. അങ്ങനല്ല, ഐ ഫീൽ ലൈക്ക് റൊമാൻസ് എഴുതുമ്പോൾ ഐ take a lot of inspiration from my life. And എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് കാണാനും ഇഷ്ടമാണ്, എനിക്ക് റോം കോംസ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അഭിനയിക്കാനും ഇഷ്ടമാണ്, എനിക്ക് എഴുതാനും ഇഷ്ടമാണ് റൊമാൻസ്. മേ ബി ഐ എം റൊമാൻറ്റിക് അറ്റ് ഹാർട്ട്. ഇപ്പോൾ ഗിറിലെത്തി നിൽക്കുന്ന സമയത്ത്, നടന സംഭവത്തിലെത്തി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഹാപ്പിനെസ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിനിമയും കഥാപാത്രവും പറയാൻ പറഞ്ഞ ഏതാ പിക്ക് ചെയ്യുക? മധുരം കാണേ കാണേ ആണല്ലേ. എനിക്ക് അറിയാമായിരുന്നു അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഇളമൈ ഇതോ ഇതോ, ഓ, ഇളമൈ, മധുരം കാണേ കാണേ, അന്വേഷണം ടു എ സർട്ടൻ, ഇറ്റ് വാസ് നോട്ട് എ കമേഴ്ഷ്യൽ സക്സസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾ എഴുതും എന്ന്, ഫ്രാൻസിസിൻ്റെ സിനിമയാണ് അന്വേഷണം. അപ്പോൾ I think it brought him into the industry. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം ഓൾസോ. അപ്പോൾ ഇറങ്ങാനിരിക്കുന്ന 2 സിനിമകളും അത് വിജയിക്കട്ടെ. താങ്കളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, എഴുത്തിലും അഭിനയത്തിലും. താങ്ക് യു സോ മച്ച് ഫോർ ക്വാളിറ്റി ടൈം. Thank you.